ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചു ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനിവിടെ ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ രണ്ടിൻ്റെയും ആ എഗ്ഗിൻ്റെ യോക്ക് വന്നിട്ട് പൊട്ടാതെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒന്ന് മാറ്റിയെടുത്തിട്ട് മറ്റതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി എഗ്ഗിൻ്റെ യോക്ക് തനിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ ആ നേരത്തെ എഗ്ഗ് ഇതാക്കിയതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് തന്നെ നമ്മൾക്ക് നല്ല ആവശ്യത്തിനുള്ള കുരുമുളക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് അതിലോട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് അതിൻ്റെ നമ്മൾ എടുത്ത് വെച്ചില്ല എഗ്ഗിൻ്റെ യോക്ക് വന്നിട്ട് അതിന് മേലെ വെച്ച് കൊടുത്തിട്ട് സൈഡിലോട്ട് നമ്മൾ ആ കോക്കനട്ട് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് അത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കുക്കായി വരുമ്പോഴത്തേക്കും ഇനി ഒരു ബ്രെഡും കൂടെ എടുത്ത് അതും ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും വെക്കാം കേട്ടോ. അത് വെച്ചതിന് ശേഷം 2 സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ 2 മിനിറ്റ്സ് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നവരെ ബൈ.